ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്തുന്ന ഒന്നാണ് പച്ചമുളക്. അതിന് കാരണവും നമുക്കറിയാം, നമുക്ക് എന്നും വേണ്ടതാണ് പച്ചമുളക്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പച്ചമുളക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലൊരു 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ വിളവെടുക്കാനും കഴിയും. സ്ഥലമില്ല എന്നുള്ള പരാതിയും ഇതിനാവശ്യമില്ല. സ്ഥലമുള്ളവർക്കും സ്ഥലമില്ലാത്തവർക്കും ഒരേപോലെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും വെച്ച് മുളക് നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ കഴിയും. എന്നാലും എല്ലാവരും പരാതി പറയുന്ന ഒന്നാണ്, പച്ചമുളക് നന്നായി വളരുന്നില്ല, പൂവിടുന്നില്ല, ഉണ്ടായ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു, കായ്കൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ. ഇത് കുറച്ച് പച്ചമുളകിൻ്റെ തൈകളാണ്. ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് വെച്ച് പിടിപ്പിക്കാം. ഈ പാത്രത്തിൽ വെച്ച് പിടിപ്പിച്ചാലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടും. പച്ചമുളക് നട്ട് വളർത്തുമ്പോൾ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഇനി നമുക്കിതിനകത്തെ മണ്ണിനെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ, നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. പച്ചമുളകിൻ്റെ കൃഷിക്ക് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള മണ്ണിനകത്ത് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. ഇനി നമുക്കിതിനെ നട്ടുപിടിപ്പിക്കണം. ഞാൻ എൻ്റെ ടെറസിൽ വളരെ കുറഞ്ഞ ഇടയിൽ ഒരു 600 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതേ കുറച്ച് മുളക് നട്ടുപിടിപ്പിക്കാനുണ്ട്. ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 2 തൈകളെ ഒരുമിച്ചാണ് നടുന്നത്. നമ്മൾ നടുമ്പം സാധാരണ എല്ലാവരും നടുമ്പോൾ ഓരോന്ന് വീതം നട്ടാൽ മതിയേ. എനിക്ക് ഇട കുറവാണ്, തൈകൾ ഇത്രയും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം വെച്ച് നടുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു 3 കുഴി എടുക്കുവാണേ. അപ്പോൾ ഞാൻ 3 കുഴികൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കുഴിയിലേക്ക് ചെയ്യുന്നത് എന്നാണെന്നറിയോ, ആദ്യമേ തന്നെ ഇത് കുറച്ച് സ്യൂഡോമോണാസ് ആണേ. അപ്പം ഞാൻ കുറച്ച് സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ. ഇനി ഞാൻ പതുക്കെ ഈ കുഴിയെ ഒന്ന് മൂടും. അല്ലെങ്കിൽ നമ്മളിട്ട സ്യൂഡോമോണാസിനെ വെറുതെ ഒന്ന് ചെറുതായിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഞാൻ ഒരു 2 മുളകിൻ്റെ തൈ വീതം ഓരോന്നിനകത്തും നടുക. ഇതിനകത്തൊരു 2 എണ്ണം ഒരുമിച്ചായിരിക്കുന്നേ. പിന്നെ ഇതും അതുപോലെ ഇങ്ങനെ ഞാൻ നട്ടു കൊടുക്കുക. കണ്ടോ, നല്ല പോലെ താഴ്ത്തി വെച്ചിട്ട് വേണം നടാൻ. ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയാം. കണ്ടോ, ഈ വേരുകളെല്ലാം മുകളിൽ വന്നു കഴിഞ്ഞ് അതിന് വളരാനുള്ള സൗകര്യം ഇനി ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് നല്ല പോലെ മണ്ണിട്ടൊന്ന് മൂടിക്കൊടുക്കും. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് കുറച്ച് സ്യൂഡോമോണാസ് ഉള്ളത് ഈ മുകളിൽ കൂടി ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുവാണേ. ചെടിയിലോട്ട് നേരിട്ടിടണ്ട, ചിലപ്പോൾ ചെടി വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും, ഇല പഴുത്തു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുക. നമ്മളിതേ മുളക് നട്ട് കഴിഞ്ഞിട്ടുണ്ടേ. ഇപ്പം പിന്നെ മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന ചൂടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പുതിയതായി നട്ടുപിടിപ്പിക്കുന്ന മുളകിന് ഒരു ചെറിയ ചൂടൽ കുത്തി കൊടുക്കണം. ഇത് നമ്മുടെ മഞ്ഞളിൻ്റെ ഇലകളാണേ. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 3 മഞ്ഞളിൻ്റെ ഇലയെ മുറിച്ചെടുക്കുവാണ്. നമുക്ക് അവർക്കൊരു ചൂടൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഈ ചൂട് അങ്ങോട്ട് കുത്തി കൊടുത്തിട്ട് ഈ ഇലയെ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്തേച്ചാൽ മതി. നല്ലവണ്ണം ചൂടൽ നിൽക്കും. ഈ ഇല വാടുമ്പോഴത്തേക്കിന് നമ്മുടെ ചെടി ഇവിടെ ചുവടും പിടിച്ച് കഴിയും. കണ്ടോ, ഇതാണ് സൂപ്പർ പണി. എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ സൗകര്യമുള്ളത് ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുത്തത്. നല്ല കൊന്നച്ചവറൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അത് ചൂടൽ കൊടുത്താൽ അതിൻ്റെ ഇലകൾ വാടി താഴേക്ക് വീഴുമ്പോൾ അത് നല്ലൊരു വളവും കീടനാശിനിയുമായിട്ട് മാറുകയും ചെയ്യും. ഈ മുളക് ഞാൻ ഇതേപോലെ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ച് ചുവട് പിടിച്ചു തുടങ്ങിയതാണേ. ഇത് കുറച്ചും കൂടെ താമസിച്ചാൽ ഇതതിന് മുന്നേ നമ്മൾ നട്ടുവെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവർ നല്ല പോലെ വളർന്നു വരാനായിട്ട് ഞാൻ ഈ വളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. കണ്ടോ. അപ്പോൾ ഈ വളം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നറിയണ്ടേ. ഈ വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഏകദേശം 1.5 ലിറ്ററോളം വെള്ളമുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഇത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡാണ്. ഇതൊരു 2-3 വർഷമായ ഫിഷ് അമിനോ ആസിഡാണ്. കണ്ടോ, ഇരിക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ അരിക്കാതെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം മീനിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതിനകത്ത്, ചെറുതായിട്ടുള്ള തരികളും ഒക്കെ ഇതിനകത്ത് തന്നെ കാണും. അതിൽ നിന്ന് ഞാൻ ഇതുപോലെ 1 സ്പൂണ് എടുത്ത് ഈ 1.5 ലിറ്ററോളം വരുന്ന വെള്ളത്തിനകത്ത് നല്ലോണം അലിയിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഇതുപോലെ കേടാകാതെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളത്തിലിട്ട സ്പൂണോ ഒന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കരുത്. നല്ലോണം സൂക്ഷിച്ച് വെള്ളം വീഴാതെ അടച്ച് എവിടെയെങ്കിലും തണലുള്ള സ്ഥലത്തേക്ക് വെച്ചാൽ മതി. എത്ര വർഷം വേണമെങ്കിലും ഇത് കേടാകാതെ ഇരുന്നോളും. ഈ സാലഡ് കുക്കുംബർ കണ്ടോ, നമ്മളിത് ചെറുതായി നിന്ന
ഒരു കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ ഇതിന് നമ്മളൊരു കിടിലൻ വളം ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ദേ കായകളൊക്കെ പിടിച്ചു തുടങ്ങി. മാത്രമല്ല ചെടി വളർന്ന് കയറിയിരിക്കുന്നുണ്ടോ? ഇതുപോലെ ദേ ഇത് മാത്രമല്ല, ഇതിനകത്തുനിന്ന് ദേ ഇതും ഇങ്ങനെ വളർന്ന് കയറിയിരിക്കുവാണ്. അതുപോലെ കായ്കൾ ഉണ്ടാകുന്നതിനുള്ള പെൺപൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ദേ ഇതൊക്കെ കണ്ടോ? ഇതുപോലെ എല്ലാ ഇല കൂടുന്ന സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിപ്പോയിരിക്കുക. അപ്പോൾ നമുക്ക് ദേ ഈ ഉണ്ടാക്കിയിരിക്കുന്ന വളം ഉണ്ടല്ലോ, നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വളം മുളകിനിട്ട് പോയില്ലേ. അപ്പം ദേ ഈ വളം ഞാൻ കുറച്ച് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. അതുപോലെ ദേ ഇത് കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന മുളകാണ്, അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ ശല്യവും ഇല്ലാതാക്കും. ഇത് നമ്മളിപ്പം വളം ഒഴിച്ച മുളകിൻ്റെ തൈകളേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ദിവസം മുന്നേ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതേ പൂക്കളൊക്കെ ഉണ്ടായി വരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് നിറയെ പൂക്കൾ ഉണ്ടാകാനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ കായ്കളായി മാറാനും വലിയ കായ്കൾ ഉണ്ടാകാനും ഞാനൊരു കിടിലം വളം പറഞ്ഞു തരാവേ. ഒരു ചിലവുമില്ല, എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്നതാണ്. നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. ഞാൻ ഈ വളം ഇടുന്നതിന് മുന്നേ തന്നെ ഈ ഗ്ലൗസ് ഒന്ന് ഇട്ടോട്ടെ. ഈ വളം കൊടുക്കുന്നതിന് ഇതിൻ്റെ ചുവടൊന്ന് നമ്മൾ നല്ലപോലെ ഇളക്കണേ. അപ്പം ഞാൻ ദേ ഇതുപോലെ ഇളക്കുവാണ്. എൻ്റെ ചെടികളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നിടത്ത് ദേ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെടിച്ചോട്ടിൽ ഇടാറുണ്ട്. അപ്പം നമ്മൾ ഈ ചെടി വളർത്തുന്നിടത്ത് കണ്ടാലൊരു ഭംഗിയൊക്കെ കുറവുണ്ട്. പക്ഷേ ചെടിയുടെ ചുവട്ടിൽ കണ്ടോ, നനവ് ഇതുപോലെ നിലനിൽക്കും. എന്നാൽ വെള്ളം കെട്ടി നിൽക്കുകയല്ല ചെയ്യുന്നത്, നനവ് നിലനിൽക്കും. ഞാൻ ഈ ടെറസിലല്ലേ കൃഷി ചെയ്യുന്നത്, ഭയങ്കര ചൂട് നേരെ അടിക്കുന്ന സ്ഥലമാണ്. അപ്പോഴും നമ്മുടെ ചെടിക്ക് താങ്ങാൻ പറ്റുന്ന ചൂടേ കിട്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഇതുപോലെ മണ്ണിളക്കി കുറച്ച് മണ്ണിങ്ങനെ താത്ത് ഒരു പാത്തി പോലെ ഞാൻ എടുക്കുവാണേ. കണ്ടോ, ഇത് 2 സൈഡിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമുക്ക് 2 സൈഡിലോട്ടും ചെയ്യാം. അപ്പം ഞാൻ ഇതേപോലെ ഇങ്ങനെ മണ്ണിനെ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് കൂട്ടിക്കൊടുക്കുക. എന്നാൽ ചെടി മൂടിപ്പോകരുത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിലോട്ട് എന്തെങ്കിലും ഉണങ്ങിയ ഇലകളെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ നമുക്ക് മുറ്റം അടിച്ചു വാരുന്ന ഇലകളൊക്കെ വേണേൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ടെറസിലിങ്ങനെ എൻ്റെ വാഴയിലെ ഇലകൾ ഉണങ്ങിയാൽ ഉടനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇതിന് നമുക്ക് തണലും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു വാഴയുടെ ഇലയാണ്. ഇത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇതിൻ്റെ ചുവട്ടിലോട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മൾ ആ മണ്ണ് ഇളക്കിയതിനകത്തോട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തത്. ഇല അങ്ങ് താഴോട്ട് പതുങ്ങിക്കോളും. കണ്ടോ, അതുപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യാവേ. അപ്പം ഞാൻ നിരത്തി ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇനി ഞാൻ ചെയ്യുന്നത് ഇത് നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ കിട്ടുന്ന തരത്തിലുള്ള വേസ്റ്റുകളാണ്. പഴത്തൊലി, അതുപോലെ ഉള്ളിത്തൊലി പോലെയുള്ളവ. അപ്പം ഞാൻ ഈ പഴത്തൊലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ അത് കണ്ട, ഇതെല്ലാം പഴത്തൊലി തന്നെയാണ്. കൂടുതലും ഇതിനകത്ത് പഴത്തൊലിയാണ്. പിന്നെ ഞാൻ കറിക്കരിത് ഇത് മുട്ടത്തോടാണ്, പിന്നെ ഉള്ളിത്തൊലിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വാരി ഇതിനകത്തേക്കിടും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാരണവശാലും ചെടിയുടെ തണ്ടേലോ വേരേലോ മുട്ടാതെ മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ. അതിനാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തത്. അപ്പം നമ്മളിത് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ സൈഡിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി വരുന്നത് ഇപ്പം സാധാരണ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടുന്ന അവസരം വന്നാൽ മാത്രമേ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു രീതിയും കൂടെ കാണിച്ചു തരാവേ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടിരുന്നുണ്ടല്ലോ, കാക്കയൊക്കെ വന്ന് കൊത്തിപ്പെറുക്കും, അങ്ങനെയൊക്കെയുള്ള ശല്യം വരും. അപ്പോൾ അതിന് നമ്മളിത് ഇതുപോലെ കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തോണം. കണ്ടോ, ഇത് ഞാൻ മണ്ണിട്ട് മൂടിയിട്ട് കാണിക്കാവേ. കണ്ടോ, നല്ല സൂപ്പറായില്ലേ? ഇതുപോലത്തെയുള്ള വളം ആരുടെ വീട്ടിലാണ് കിട്ടാത്തത്? ചെടിക്ക് കൊടുത്താലോ നല്ല അടിപൊളി ഗുണം. നമ്മുടെ വീട്ടിനകത്തുനിന്നും വീടിൻ്റെ പരിസരത്തു നിന്നും ഇത്തരത്തിലുള്ള ശല്യങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല വളം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും വളമാക്കിയെടുക്കുന്ന രീതിയും കൂടെ കാണിച്ചു തരാം. ഈ ബാക്കിയുള്ളതിനെ ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് വെക്കും. കണ്ടോ, ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഈ പാത്രം കഴുകി ഒരിച്ചിരി വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചോണേ. അങ്ങനെ ഒഴിക്കുമ്പം ഇതിൻ്റെ അടി കണ്ടോ, ഇതിൽ നിന്നുണ്ടായി വരുന്ന വളമാണ് ഈ ഇരിക്കുന്നത്. ഇത് നമ്മൾ 3-4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ഒന്നാന്തരം വളമാണ്.
വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ വിളവെടുപ്പ് നടത്താവേ. ഇത് നമ്മുടെ വരയം പീച്ചിലാണ്, കണ്ടോ, നല്ലൊരെണ്ണമാണ്. അപ്പോൾ അതേ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിന്നാണ്ടല്ലോ അവർക്ക് നീളം വെക്കത്തില്ല. ഇങ്ങനെ നമ്മളതിനെ താഴേക്ക് എടുത്ത് തൂക്കിയിടണം, കണ്ടോ. അതുപോലെ വളരുന്നതാണ് ഇതൊക്കെ. നമുക്കിത് ഈ പച്ചമുളക് ഒരു 5-6 പറിച്ചെടുക്കാവേ. നിറയെ നിപ്പുണ്ട്, കണ്ടോ. നമുക്കിനി 5-6 വെണ്ടയ്ക്ക വിളവെടുക്കാവേ. ഇതുപോലെ ഇളത്തയാണെങ്കിൽ ഇങ്ങനെ ഒടിച്ചാൽ തന്നെ അവർ ഒടിഞ്ഞു പോരും. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, നമുക്ക് മുറിച്ചെടുക്കാം. ഇവിടെ ഒരു 3-4 വെണ്ടയുണ്ട്. 1, 2, 3, 4, 5 എണ്ണം. അപ്പോൾ ഞാനിത് വിളവെടുത്തതിന് ശേഷം കാണിക്കാം. ഇത് നമുക്കിത് വിളവെടുക്കാറായൊരു ചുരക്കയാണ്. ഇതൊരു ചെറിയ ചെടിയാണ്, പക്ഷേ അതിൽ ആദ്യം തന്നെ ഉണ്ടായതാണ്. ഇത് നമ്മുടെ വെള്ളക്കാന്താരിയാണേ. അപ്പോൾ ഒരു 5-6 മുളക് പറിച്ചെടുക്കാം. ഇതൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. പഴുത്തു തുടങ്ങിയാൽ പിന്നെ നമുക്ക് പറിച്ച് ഉണങ്ങിയെടുക്കുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ ഉജ്ജ്വല മുളകാണേ. മുളക് നിൽക്കുന്നതുണ്ടോ, മുകളിലോട്ടേ നിൽക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇതിനെ ഈ കമ്പോടെ വെട്ടിയെടുക്കുക. ഇനി പുതിയ ശിഖരങ്ങൾ വന്നിട്ട് അവർക്ക് കായ ഉണ്ടായിക്കോളും, കണ്ടോ. 2 എണ്ണം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ മുളകുണ്ട്, അതിനെ അങ്ങോട്ട് പറിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ തക്കാളിയേന്ന് ഒരു 5-6 തക്കാളിയും കൂടെ പറിച്ചെടുക്കാവേ. കളറ് മാറിയതുൾപ്പെടെ നമുക്ക് പറിച്ചെടുക്കാം. വീട്ടിൽ കൊണ്ടുവച്ചാലും അത് പഴുത്തോളും. ഇനി പഴുത്തതുണ്ട്, ഇത് ഈ ടെറസിലായ കാരണം കിളികളുടെയൊക്കെ ശല്യം വരും. പിന്നെ അവരും 5-6 എണ്ണം തിന്നോട്ടെ, ഇതേപോലൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടുന്നതല്ലേ. അപ്പോൾ ഈ ഒരു തക്കാളിയേന്ന് തന്നെ നമുക്ക് കണ്ടോ ഇത്രയും തക്കാളിക്ക വിളവെടുക്കാനായിട്ടുണ്ടേ. ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വളം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലേ പിന്നെ നമുക്ക് വീണ്ടും വിളവെടുക്കാനായിട്ട് കിട്ടണ്ടേ. അപ്പം ഞാൻ എൻ്റെ ഏകദേശം വിളഞ്ഞതെല്ലാം തന്നെ ഇതേന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്ന ഈ തക്കാളിയിലും 5-6 തക്കാളിയുടെ പഴമുണ്ട്. നമുക്കതും കൂടെ ഒന്ന് വിളവെടുക്കാം. ആവശ്യത്തിനുണ്ടായിട്ടുണ്ട്, കണ്ടോ. ഇത് അതുപോലെ ഇങ്ങോട്ട് അകത്തോട്ടൊക്കെ കയറിയിട്ട് ഉണ്ടായിട്ടുണ്ടേ. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഈ കിളിയും പുഴുക്കളും ഒക്കെ ശല്യം ചെയ്യുന്നുണ്ട് ഇതിനെയൊക്കെ. ഇത്രയും തക്കാളി നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. കാറ്റൊക്കെ വന്ന് എല്ലാ ചെടി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ മറിഞ്ഞ് വീണെന്ന് പറഞ്ഞാലും ചോളമൊക്കെ കണ്ടോ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര നല്ലതാകും നമുക്കറിയത്തില്ല, എന്തായാലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു 2-3 തക്കാളിയുണ്ട്, അതും കൂടെ ഞാനങ്ങ് പറിച്ചെടുക്കുവാണേ. പന്തലിലോട്ട് കയറി തക്കാളി ഉണ്ടായി കിടക്കുന്നത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് കിടക്കുവാണ്. അതേപോലെ ഇവിടെ ആദ്യ സമയത്ത് കയറിയതാണ്. 2-3 എണ്ണം ഇവിടെ ഉണ്ട്. അങ്ങേ സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് സൗകര്യമാണ്, പറിച്ചെടുക്കാനും സൗകര്യമാണ്, അതുപോലെ അവർക്കുണ്ടാകാനും അതെ. ഇവിടെ ഒരു വഴുതനങ്ങയുണ്ടേ. ഇത് പച്ചയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നല്ല വയലറ്റ് കളറിലൊക്കെ ഉള്ളതാണ്. അതത്ര വിളവെടുക്കാറായിട്ടില്ല. മാലാഖ വഴുതനയൊക്കെ ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും വഴുതനയും കിട്ടി. ഇന്ന് നമ്മൾ വിളവെടുത്തപ്പം ഇതേപോലൊരു 5-6 വെണ്ടയ്ക്ക കിട്ടി, ഒരു ചുരക്ക കിട്ടി, ഒരു പീച്ചിൽ കിട്ടി, കുറച്ച് വഴുതനങ്ങ കിട്ടി, കുറച്ച് മുളക് കിട്ടി, കുറച്ച് തക്കാളി കിട്ടി. ഇതേപോലെയുള്ള നിത്യവഴുതനയാണ് ഇവിടെ ഉണ്ടായി കിട്ടുന്നത് കേട്ടോ. ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് തോരൻ വെക്കാം. ഒരു ചിലവും മുടക്കുമില്ലാത്ത ഒന്നാന്തരം വളവിടിയിലാണ് ഇന്ന് നമ്മൾ നടത്തിയത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻ്റായിട്ട് തരികയും ചെയ്യണേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.